ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. ഈ പറയും പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വർക്കിൽ നല്ല തിരക്കായി പോവാണ്. അതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത്. എന്നാലും സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഓരോ വീഡിയോസ് ഇടണമെന്നും നിങ്ങളുടെ അടുത്ത വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് റെഗുലറായിട്ട് അല്ലെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഓഫീസും മക്കൾക്ക് സ്കൂളും ഒക്കെയുള്ളൊരു ദിവസമാണ്. പക്ഷേ ഇന്ന് എണീക്കാൻ താമസിച്ചു. ഇന്നലെ നല്ല സുഖമില്ലായിരുന്നു. അപ്പോൾ ഒരു ഉറക്കമൊന്നും ശരിയായില്ല. ഇന്നൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. സാധാരണ ഞാനൊരു 6:30 എണീക്കും. എന്നിട്ടൊരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ചെറുതായിട്ടൊരു സ്ട്രെച്ചസും മെഡിറ്റേഷനും അങ്ങനെയൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് എൻ്റെ രാവിലെകൾ മിക്കവാറും ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ഉടായ്പ് സ്ട്രെച്ചസ് ഒക്കെ ചെയ്യും. നമ്മൾ ആ കെറ്റിലിൽ വെള്ളം വെച്ചിട്ട് അത് ചൂടാകാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു 4-5 മിനിറ്റ് പെട്ടെന്ന് കുറച്ച് സ്ട്രെച്ചസ്. ഇതൊക്കെ ഒരു പ്രഹസനമല്ലേ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന ഒരു 3-4 മിനിറ്റ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ചെയ്യുക. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് പാഴായി പോവില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഈവൻ വർക്കൗട്ട് ആണെങ്കിലും നമുക്ക് അധികം സമയമില്ലെങ്കിൽ വിചാരിക്കുമോ 10 മിനിറ്റ് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. പക്ഷേ അങ്ങനെയല്ല. നമുക്കൊരു 10 മിനിറ്റ് ആണെങ്കിലും നമ്മളൊരു ക്വിക്ക് വോക്കിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു 10 മിനിറ്റ്സ് ആണെങ്കിലും നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യുന്നത് നമ്മളൊരു ലോങ് റണ്ണിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ പിന്നെ ഒരു വെള്ളമൊക്കെ കുടിച്ച്, അപ്പോൾ ഈ പറയും പോലെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല, സീരിയലാണ്. നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും സീരിയൽ, പിന്നെ ഞാൻ ഒരു ദിവസം അപ്പം ഉണ്ടാക്കും. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ ചിലപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വീക്കെൻഡ്സിൽ പറയും പോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം പൂരിയോ ചോല ഭട്ടൂര അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കും. ഈ ടി ബോർഡ് നമ്മളിങ്ങനെ ഇടയ്ക്കെടുത്ത് ലിവിങ് റൂമിലിടും. ഇവിടെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്കിതിടാൻ വേറൊരു സ്ഥലമില്ല. പിന്നെ മക്കൾസ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് കളയാമെന്ന് ഓർത്ത് അങ്ങനെ മേടിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിനങ്ങനെ വലിയ കുഴപ്പമില്ല. ഇവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കെടുത്ത് മാറ്റി പുറത്ത് വെക്കും. എപ്പോഴും ഇങ്ങനെ അല്ല, അതൊരു അഭംഗിയാണെങ്കിലും നമ്മളത്ര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് പാൻ കേക്ക് ആണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനല്ല, ഇവർക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. വീറ്റ് ഫ്ലോർ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് റീഫിൽ ചെയ്താണ്. ഇത് ഗ്രവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നമ്മുടെ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ കാണാറുണ്ട്. ഇതൊരു ഓസ്ട്രേലിയൻ ഓൺഡ് ബ്രാൻഡാണ് കേട്ടോ. അത്യാവശ്യം നല്ലതാണ്. കമ്പയർഡ് ടു നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സിനേക്കാളൊക്കെ നല്ല വില കുറവാണ്. പിന്നെ എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ പാൻ കേക്ക് എൻ്റെ ഒരു ഒരു എളുപ്പത്തിലുള്ള പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാലെടുക്കും, അതിലോട്ട് ഒരു മുട്ട ആഡ് ചെയ്യും. ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണ്. നമ്മൾ കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടറോ അല്ലെങ്കിൽ നമുക്ക് ഓയിലോ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ ആദ്യം ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണെന്ന് തോന്നുന്നു. കുറേ കാലം അതാണ് യൂസ് ചെയ്തത്. പക്ഷേ അതിനേക്കാൾ ഒത്തിരി നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഈ പറയും പോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ഈ ബട്ടറൊക്കെ മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു 1 മിനിറ്റ് അങ്ങനെയൊന്നും വെക്കരുത്. ചിലപ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മളൊരു 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ്സ് ഒക്കെ വെച്ച് 2-3 പ്രാവശ്യമായിട്ട് വേണം നമ്മളതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മെൽറ്റായതിന് ശേഷം ഒന്ന് തണുത്തിട്ട് വേണം നമ്മൾ ഈ പാലിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പാല് മുട്ടയൊക്കെയില്ല, അപ്പോൾ മുട്ടയൊക്കെ ചിലപ്പം വെന്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ആ ചൂടൊന്നും മാറിയിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മളിനി ഫ്ലോർ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിത് വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ല യമ്മി ആക്കണമെങ്കിൽ മൈദ വെച്ചിട്ടുണ്ടാക്കാം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഫ്ലഫി ആയിട്ട് കിട്ടത്തുള്ളൂ. ഞാനിത് വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഓതൻറ്റിക് ഓൾ പർപ്പസ് ഫ്ലോർ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന വീക്കിലി ഒരു പ്രാവശ്യം എന്താണെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീറ്റ് ഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു കൺസിസ്റ്റൻസി. നമ്മൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നേരെ ഉണ്ടാക്കാം. ഞാനൊരു പാനിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട്, പാൻ അത്യാവശ്യം നല്ല ചൂടാവണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ലിഡ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 1 to 2 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് മേപ്പിൾ സിറപ്പാണ്. മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ, ഇവിടെ ഹണി ആണെങ്കിലും ഇവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ കുറച്ച് മേപ്പിൾ സിറപ്പ് ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തു വിടും ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ സേറയ്ക്ക് പാൻ കേക്ക് ഇഷ്ടമാണ്, ഇവാന് കുറച്ചുകൂടി ഇഷ്ടം വോഫിൾസ് ആണ് കേട്ടോ. അപ്പോൾ രണ്ടിനും ഒരേ മാവാണ്. ഞാൻ സെയിം റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അവന് വോഫിൾസ് അങ്ങനെ ഉണ്ടാക്കും. ആക്ച്വലി ഇവാൻ ഇന്ന് നല്ല സുഖമില്ല, അതുകൊണ്ട് അവന് സ്കൂളിൽ പോകുന്നില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു സ്നാക്കായിട്ടോ എപ്പോഴെങ്കിലും ഇടയ്ക്ക് കഴിച്ചോട്ടെ. അവന് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ചോറ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വാഫിൾ മേക്കർ ഞാൻ കെ-മാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ഇത് നല്ലതാണ് കേട്ടോ. നമുക്കിതിൽ 4 വാഫിൾസ് ഒരു സമയം ഉണ്ടാക്കാം. മക്കൾസിനൊക്കെ ആണെങ്കിലും വാഫിൾസൊക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടും. ഇതാണെങ്കിൽ പറയും പോലെ കുറച്ച് മേപ്പിൾ സിറപ്പും അതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീമും സ്ട്രോബെറിയും ഒക്കെ ഉണ്ടെങ്കിൽ ഞാനങ്ങനെ വീക്കെൻഡ്സിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ സ്പെഷ്യലായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ കൊടുക്കും. വീക്ക് ഡേയ്സിലാകുമ്പോൾ വലിയ ആർഭാടങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ മാവ് ഉണ്ടാക്കിയ ആ ഒരു തവിയും ബൗളും ഞാൻ പെട്ടെന്ന് അങ്ങ് കഴുകി വെച്ചതാണ്. കാരണം ഇത് ഡ്രൈ ആവാൻ നിന്ന് നമുക്കത് ഇരട്ടി പണിയാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല സുഖമാണ്, ചുമ്മാ അങ്ങ് വെള്ളം ഒഴിച്ചങ്ങ് കഴുകിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും അതുപോലെ ആ ഹാൻഡ് വിസ്കില്ലേ അതൊക്കെ ഞാൻ അപ്പോഴങ്ങ് കഴുകി വെക്കും. കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ നല്ല പാടായതുകൊണ്ട്. ഞാൻ സാധാരണ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് രാവിലെ അങ്ങനെ പാത്രം കഴുകാറില്ല. എനിക്കെല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് ചെയ്യാനാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വാഫിൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നല്ല ചൂടായിട്ട് നമ്മൾ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും 2 സ്ട്രോബെറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതങ്ങ് ഉണ്ടാക്കി വെച്ചാണ്. കുറച്ച് ബട്ടറും കൂടെ അപ്ലൈ ചെയ്താണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അത് അങ്ങനെ ഇരുന്നോളും. ഇന്നലെ രാത്രി കഴുകിയ പാത്രങ്ങളൊക്കെ ആ സൈഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാനങ്ങനെ എല്ലാ ദിവസവും ഫുള്ള് ക്ലിയർ ചെയ്ത് അങ്ങനെയൊന്നും വെക്കാറില്ല. സമയം പോലെയാണ് കേട്ടോ. ഇപ്പോൾ ചില ദിവസം ഈ പറയുമ്പോൾ കുക്കിംഗ് ഒക്കെ വളരെ കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ കെയർ ഒക്കെ കൊടുത്ത് എല്ലാം നല്ല പെർഫെക്റ്റ് ആക്കി വെക്കും. അതുപോലെ രാവിലത്തേക്ക് എടുക്കാനുള്ള പാത്രങ്ങളാണെങ്കിൽ അതും ഞാൻ പിന്നെ അവിടെ തന്നെ വെക്കാറാണ് പതിവ് കേട്ടോ. പക്ഷേ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ രാവിലെ ഈ പറയും പോലെ അതിൻ്റെ സ്ഥാനത്ത് വെക്കും. എനിക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒന്നും ഇല്ലെങ്കിൽ അത്രയും സന്തോഷമാണ്. എത്ര കണ്ട് സാധനം കുറവാണോ അത്രയും നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ ഗുഡാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. അപ്പം ഞാനതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. ഇവർക്ക് ലഞ്ചിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്സും കൂടെ കൊടുക്കണം. അപ്പോൾ 2 സ്നാക്ക് ബ്രേക്കാണുള്ളത് കേട്ടോ. ഒന്ന് ഇവർ ബ്രെയിൻ ബ്രേക്ക് എന്നാണ് പറയുക. ആ ഒരു ബ്രേക്കിന് നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൊടുക്കുക. രണ്ടാമത്തെ ബ്രേക്കിന് എന്തെങ്കിലും സ്നാക്സ്, ഞാൻ സാധാരണ എന്തെങ്കിലും ബാറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ആപ്പിൾസ് എല്ലാം കൂടെ ഒന്ന് കഴുകി ഡ്രൈ ചെയ്ത് വെച്ചതാണ്. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും കഴുകാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതാണ്. ഇവർക്ക് ലഞ്ചിന് ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ സേറയ്ക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ മിക്കവാറും ദിവസങ്ങളിൽ കൊണ്ടുപോകുന്ന ഫ്രൂട്ട് ആപ്പിളാണ്. പിന്നെ സ്ട്രോബെറി ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇഷ്ടമാണ്. അപ്പോൾ ഈ ആപ്പിൾ, പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ബാറാണിത് അൽഡിയിൽ നിന്ന് മേടിച്ചതാണ്. നമുക്കൊരു ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 1 സ്റ്റാർ 2 സ്റ്റാർ അപ് ടു 5 സ്റ്റാർ. അപ്പോൾ സാധാരണ ഫ്രൂട്ട്സും വെജീസും ഒക്കെയാണ് 5 സ്റ്റാർ വരിക. പക്ഷേ നമുക്ക് സ്നാക്സ് ഒക്കെ പലതും 4 സ്റ്റാർ അങ്ങനെ കാണാറുണ്ട് കേട്ടോ. ഇതൊരു 4 സ്റ്റാർ ആണ്. പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ അതിൽ ഇൻവേർട്ടഡ് ഷുഗർ സിറപ്പും ഫ്രക്ടോസും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്ത് ബേസിസിലാണ് ഇവർ സ്റ്റാർ ചെയ്യുന്നുള്ളത് അതും എനിക്കിങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ തോന്നാറുണ്ട്. എപ്പോഴും നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കുന്നത് അതൊരു ഹാബിറ്റ് ആക്കുക. എത്ര കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണോ അത്രയും നല്ലത്. നമുക്ക് പരിചയമുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. ഈ പറയും പോലെ ഞാൻ ഇങ്ങനത്തെ ഒരു ബാറും പിന്നെ യോഗട്ടും പിന്നെ നമ്മുടെ പാൻ കേക്കും അതൊക്കെയായിരുന്നു ലഞ്ചും സ്നാക്സും. ഇന്ന് രാവിലെ വേറെ കുക്കിംഗ് ഒന്നുമില്ല, ലഞ്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമ്മൾ സീരിയലാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് രാവിലെ ഒത്തിരി സമയം ഉണ്ടാവും. രാവിലെ അധികം കുക്കിംഗ് ഇല്ലാത്തപ്പോൾ നമുക്ക് കുറച്ചധികം എക്സ്ട്രാ ടൈം ഉണ്ടാവുമല്ലോ. ഈ ഒരു സമയം നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ കിച്ചൺ ഷെൽഫൊക്കെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരുവിധം ഏത് സർഫേസും നന്നായിട്ട് ഒരു പാടുമില്ലാതെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ക്ലീൻ ചെയ്യാം പറ്റൂ കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ഡിസിൻഫെക്റ്റൻറ്റ് വൈപ്പില്ലേ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്യും. ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ മേലെയുള്ള ഷെൽഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ഒക്കെ പാടുണ്ടാവും. നമ്മൾ ഓരോന്ന് കടുക് പൊട്ടിക്കുകയും വറക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വൈപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒരുവിധം നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഷെൽഫ് മുഴുവൻ അങ്ങനെ വൈപ്പ് ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾ പർപ്പസ് ക്ലീനർ സ്പ്രേ ചെയ്തിട്ട് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. എനിക്കിത് നല്ല ഈസി ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡില്ലേ അത് വെച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ, അതായത് അത്രയും നന്നായിട്ട് ഇത് ഓയിലെല്ലാം നമ്മൾ ഈ ഒരു ഡിസിൻഫെക്റ്റൻറ്റ് വൈപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്താലും നമുക്ക് പോയി കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വെറ്റ് വൈപ്പ് കൊണ്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാധാരണ ഒരു മൈക്രോ ഫൈബർ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഒന്നും കൂടെ വൈപ്പ് ചെയ്യും. ഈ വെറ്റ് വൈപ്പിലൊരു സോപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ മൈക്രോ ഫൈബർ കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സോപ്പിൻ്റെ അംശമെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് ഒന്നും കൂടെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാടൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും. നമുക്ക് ഡൈനിങ് ടേബിളോ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പോ ഒക്കെ ഇതുപോലെ വൃത്തിയാക്കാം. നമ്മൾ പലപ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമാണല്ലേ നമ്മളിങ്ങനെ വൈപ്പ് ചെയ്തതിൻ്റെ ആ പാടങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് ഒന്നും കൂടി ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പാടും ഉണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനത്തെ ജോലികളൊക്കെ നമ്മൾ മിക്കവാറും പേര് വീക്കെൻഡിലോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും അല്ലേ. കാരണം ഇതങ്ങനെ അത്യാവശ്യമുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് കൂട്ടാവുന്ന കാര്യമാണല്ലോ.
അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും അല്ലേ ക്ലീനിങ് ആണ് നമ്മുടെ ഒരു മെയിൻ ജോലി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും എപ്പോഴെങ്കിലും രാവിലെയോ വൈകുന്നേരമോ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഒരു ക്ലീനിങ്ങിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീക്കെൻഡ്സിലെ ക്ലീനിങ്സ് കുറച്ചും കൂടെ നല്ല എളുപ്പമായിരിക്കും. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പം ഞാൻ ലോഗിനൊക്കെ ചെയ്ത് കുറച്ച് നേരം വർക്കൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ലഞ്ചാണ്. ഇന്നലെ ഡിന്നറിനായിരുന്നു ഈ ഐറ്റം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് ജാസ്മിൻ റൈസും തായ് ചിക്കൻ കറിയുമാണ്. നമുക്ക് തായ് കറി പേസ്റ്റ് മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ആ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ചിക്കൻ കുക്ക് ചെയ്താൽ മതി. ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോസിൽ കാണിക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനങ്ങനെ അതാണ് ലഞ്ചിന് കഴിച്ചത്. അപ്പം ഞാൻ എൻ്റെ വർക്ക് അങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ മെയിനായിട്ട് ഇന്ന് കുക്കിംഗ് ആണ് ഒരു ഹൈലൈറ്റ് ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ വൈകുന്നേരത്തെ നമ്മുടെ കുക്കിംഗ് ആണ്. അപ്പം ഞാനൊരു 5:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ലോഗ് ഓഫ് ചെയ്യും. പിന്നെ കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കുക്കിംഗ് ഒക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറുള്ളത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഈവനിങ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ നാളെ മക്കൾസിന് ലഞ്ചിന് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് കറി ഉണ്ടാക്കണം. ഞാൻ നാളെ ഓഫീസിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് കഴിയുന്നത്ര കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈവനിങ് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യും. എനിക്ക് രാവിലെ അധികം കുക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല കേട്ടോ. ഇത് ഞാനൊരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് വഴറ്റുന്നതാണ്. ജസ്റ്റ് ഒരു കായ കൊണ്ട്, നമ്മുടെ വാഴക്കായില്ലേ, അതുകൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ കായ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് അങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. ഇന്ന് രാത്രി ഡിന്നറിന് അപ്പമാണ്. ഒരുപാട് കാലം കൂടിയാണ് ഡിന്നറിന് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മക്കൾസിനൊക്കെ ആണെങ്കിൽ അപ്പം നല്ല ഇഷ്ടമാണ്. പക്ഷേ ചിലപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തിരക്കാവുമ്പോൾ അവർക്കങ്ങ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്തതാണ് രാത്രി ഡിന്നറിന് ഉണ്ടാക്കും, അപ്പോൾ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമായിരുന്നു. അപ്പോൾ അതിൻ്റെ കറിയുണ്ട്. അതേ മാവ് തന്നെയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ പുളിച്ച് ഒരു ദിവസം കൊണ്ട് അങ്ങനെ വലിയ പുളിച്ചൊന്നും പോവില്ല കേട്ടോ. അപ്പം ഞാനങ്ങനെ അപ്പം ഉണ്ടാക്കുന്നു. പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും പ്രിപ്പും ഒക്കെ ചെയ്ത് വെക്കുന്നു. അപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി ഇതിനു മുന്നേയുള്ള പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ എപ്പോഴും നന്നായി വരുന്ന ഒരു ഐറ്റമാണ് അപ്പം. തോരന് വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലോട്ട് ചതച്ച വെളുത്തുള്ളി ചേർക്കുകയാണ്. ശരിക്കും നമ്മൾ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വഴറ്റുന്നതിന് പകരം അതും നമ്മൾ കുഞ്ഞുള്ളി ചതച്ചിടുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. മുളക് പൊടിക്ക് പകരം കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടി ഒരു നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഫ്രഷായിട്ട് മുളകും ചതച്ചിട്ടാൽ ഒന്നും കൂടി രുചിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയിട്ട് അതിലോട്ട് ഇത് ഫ്രോസൺ കായാണ് കേട്ടോ. ഞാൻ കായ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴുകി ഒന്ന് അതിൻ്റെ വെള്ളം പോകാൻ വെച്ചിട്ട് ഫ്രീസ് ചെയ്യുന്നതാണ്. നമ്മൾ വെജിറ്റബിൾസ് ഇതുപോലെ ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ഡീഫ്രോസ്റ്റ് ആകാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ആഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അത് ഡീഫ്രോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം വേറെ ആയിട്ട് അങ്ങനെ വരും. അപ്പോൾ ഒരു അത്ര രുചി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഫ്രോസൺ ആയിട്ട് തന്നെ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. അതുപോലെ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്യുന്നത്, അതായത് ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട്. ഇത് വളരെ ചീപ്പാണ്, നമുക്ക് കോൾസിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. ഇത് നല്ല രുചിയാണ്. എന്ന് വെച്ചാൽ പച്ചത്തേങ്ങയുടെ അത്രയും രുചിയില്ലെങ്കിലും ഇതും അത്യാവശ്യം നല്ല യമ്മിയാണ്. ഞാനീ പറയും പോലെ ഇപ്പോൾ തോരനിലൊക്കെ അധികവും ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം വിലയിൽ നല്ല വ്യത്യാസമുണ്ട്, പിന്നെ യൂസ് ചെയ്യാനും നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് ഒന്ന് കവർ ചെയ്തിട്ടൊരു 10 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും ഇത് നല്ല കുക്കായിട്ട് വരും. ഇതിലോട്ട് നമ്മൾ പിന്നെ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നാളെ ഓഫീസിൽ പോകുമ്പോൾ ചോറും കറിയും അങ്ങനെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ടാണ്. അനീഷ് വീട്ടിൽ നിന്നാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലഞ്ചിന് ഈ ചോറും കറിയും തന്നെ എടുക്കും. ഇത് നമ്മൾ കിടക്കുന്നൊക്കെ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തണുക്കും. അപ്പോൾ ഞാൻ എൻ്റെ കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ ഇന്ന് തന്നെ സ്റ്റോർ ചെയ്യും. നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തേക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതേസമയം നമ്മളിതിപ്പോൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെയൊക്കെ പുറത്ത് വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് പോവുക. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇതായിരുന്നു. അപ്പോൾ ഡിന്നറൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിനി ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു വെജിറ്റബിൾസും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കണം. ഇത് ഏറ്റവും എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ മക്കൾസിനാണെങ്കിലും നല്ല ഇഷ്ടമാണ്. അപ്പോൾ എളുപ്പത്തിൽ കുറച്ച് വെജീസോ ചിക്കനോ മുട്ടയോ ഒക്കെ ഇവരെ കഴിപ്പിക്കാൻ ഇപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. ഞാനിപ്പോൾ സ്കൂളിലും കൊടുത്തു വിടുന്നുണ്ട്. ഞാൻ ആദ്യമൊന്നും അങ്ങനെ റൈസ് കൊടുത്തു വിടില്ലായിരുന്നു. നമ്മൾ സ്കൂളിൽ നിന്ന് പറയാം മെസ് ഫ്രീ ലഞ്ച് എന്നാണ്, അതായത് കഴിക്കാൻ ഏറ്റവും എളുപ്പമുള്ള അധികം മെസ്സി ആകാത്ത ലഞ്ച്. പക്ഷേ ഇവരിപ്പോൾ കുറച്ചുകൂടി വലുതായി, അവരാണെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ട് ചോറും കറിയൊക്കെ കഴിക്കാൻ പഠിച്ചു. ഞാനിത് റൈസ് ബ്രാൻ ഓയിലാണ് മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 1 ടീസ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, പിന്നെ അതുപോലെ കുറച്ച് മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കം ഒന്നും ഇവർക്ക് അത്ര ഇഷ്ടമുള്ള വെജിറ്റബിൾ അല്ല, പക്ഷേ ഞാൻ കഴിയുന്നത്ര ചെറുതാക്കി അരിയും, എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യും. അപ്പോൾ അവർക്ക് അങ്ങനെ അതിൻ്റെ ഒരു വലിയൊരു വേറിട്ട് നിൽക്കുന്ന ടേസ്റ്റ് അങ്ങനെ തോന്നാറില്ല എന്ന് തോന്നുന്നു. ഇപ്പം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ചെയ്യാറില്ല. മഷ്റൂം ആണെങ്കിലും കുറച്ച് ചെറുതായിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ക്യാരറ്റ് നല്ല ഇഷ്ടമാണ്. മക്കൾക്കൊക്കെ അത്ര ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ പൊടിയായി അരിഞ്ഞിട്ട് ഈ ഫ്രൈഡ് റൈസിലൊക്കെ ഒന്ന് ചേർത്ത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒത്തിരി വേറിട്ട് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ അതായിട്ട് അങ്ങനെ കടിക്കില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതിങ്ങനെ ഒരുവിധം നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഞാനതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ കുറച്ച് സോയ സോസുമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഗാർലിക്കും കൂടി ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഗാർലിക് ഇടുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്, നിർബന്ധമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇതിന് ഞാൻ പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ഇതിൻ്റെ കൂടെ പിച്ചി അങ്ങനെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് തന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഇന്ന് ഇതിലോട്ട് വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് ഇത് ബസ്മതി റൈസാണ്. ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നിലുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് കുക്കറിൽ ബസ്മതി റൈസ് അധികം വെന്ത് പോകാതെ കുക്ക് ചെയ്യാം എന്നുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇവിടെ തന്നെ പുറത്ത് തന്നെ വെക്കും. നാളെ രാവിലെ ഒന്നും കൂടെ നന്നായിട്ട് ചൂടാക്കി അങ്ങനെ അവർക്ക് ലഞ്ചിന് കൊടുത്തു വിടും. നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഇന്ന് തന്നെ കംപ്ലീറ്റ്ലി കുക്ക് ചെയ്ത് വെക്കാത്തതായിരിക്കും നല്ലത്. റൈസ് എപ്പോഴും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് തണുപ്പിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് രാവിലെ ഈ വെജിറ്റബിൾസും റൈസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇവിടെ പിന്നെ കുറച്ച് തണുത്ത വെതറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ പുറത്ത് വെച്ചാൽ അങ്ങനെ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ മക്കൾസിനുള്ള ഫുഡും കൂടെ അങ്ങനെ അങ്ങ് റെഡിയാക്കി വെച്ചു. എനിക്ക് അതൊരു സൗകര്യമാണ്, രാവിലെ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ലഞ്ചും കൂടെ ഒന്ന് പാക്ക് ചെയ്യാണ്. അപ്പോൾ റൈസും നമ്മളുണ്ടാക്കിയ തോരൻ കറിയും പിന്നെ ഉച്ചയ്ക്കെടുത്ത് ചിക്കൻ കറി ഉണ്ടല്ലോ അതും കൂടിയാണ് എൻ്റെ ലഞ്ച്. ഞാൻ കുറച്ച് പിക്കിളും ഉണ്ട് അതിൻ്റെ കൂടെ. ഞാനിതിങ്ങനെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഓഫീസിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് മൈക്രോവേവ് ചെയ്ത് അങ്ങനെയാണ് കഴിക്കാറുള്ളത് കേട്ടോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ മെയിനായിട്ട് ഒരു വർക്കിംഗ് ഡേയിലെ കുക്കിംഗ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.